എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുള്ള ചോദ്യങ്ങളാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചും ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ മാർക്ക് ഉറപ്പിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ള ത്വക്ക് ഉപ്പൂറ്റിയിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും കനം കുറഞ്ഞ ത്വക്ക് കാണപ്പെടുന്നത് കൺപോളകളിലും ആണ്. ത്വക്കിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേരാണ് ഡെർമറ്റോളജി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി. വെള്ളത്തിൽ ലയിക്കുന്ന വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ നശിച്ചു പോകുന്ന വിറ്റാമിൻ കൂടിയാണിത്. ശരീരത്തിൽ സംഭരിച്ചു വെക്കാൻ കഴിയാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നാണ്. നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എ. നിശാന്തത വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്നാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ എ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ അടങ്ങിയ പച്ചക്കറിയാണ് ക്യാരറ്റ്. ലോകാരോഗ്യ സംഘടന WHO നിലവിൽ വന്ന വർഷം 1948 ഏപ്രിൽ 7. 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത്. WHO നിലവിൽ വന്ന ഈ ദിവസമായ ഏപ്രിൽ 7 എല്ലാ വർഷവും ലോകാരോഗ്യ ദിനമായാണ് നമ്മൾ ആചരിക്കുന്നത്. ആസ്ഥാനം ജനീവയാണ്, സ്വിറ്റ്സർലാൻഡ്. WHO ആസ്ഥാനം ജനീവ. മഞ്ഞപ്പിത്തം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കരൾ. മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത്. രക്തത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നത്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? പെൺ അനോഫിലസ് കൊതുക്. പെൺ അനോഫിലസ് കൊതുകുകളാണ് മലേറിയ പരത്തുന്ന കൊതുക്. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ ആണ് മലേറിയ പരത്തുന്നത്. മലേറിയ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന പ്രധാന മരുന്നാണ് ക്വിനൈൻ. ഇത് സിങ്കോണ എന്ന മരത്തിൻ്റെ തൊലിയിൽ നിന്നാണ് വേർതിരിച്ച് എടുക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളാണ് ഫൈബ്രിനോജനും പ്രോത്രോംബിനും. പ്രോത്രോംബിൻ നിർമ്മാണത്തിന് വിറ്റാമിൻ കെ, പില്ലോക്വിനോൻ അത്യാവശ്യമാണ്. ഇതിനായി കാൽസ്യം എന്ന ലോഹവും പ്ലേറ്റ്ലെറ്റുകൾ എന്ന രക്തകോശങ്ങളും പങ്കുവഹിക്കുന്നു. എന്നാൽ ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഹെപ്പാരിനാണ് സഹായിക്കുന്നത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. കരൾ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും ആന്തരിക അവയവവുമാണ്. യൂറിയ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീനുകൾ അഥവാ പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം പിത്താശയത്തിലാണ് സംഭരിക്കുന്നത്. കരളിനെക്കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. അമിതമായ വായുമലിനീകരണം മൂലമുണ്ടാകുന്ന പ്രധാന ശ്വാസകോശ രോഗം? ആസ്മ. ആസ്മയാണ് അമിതമായ വായുമലിനീകരണം മൂലമുണ്ടാകുന്ന പ്രധാന ശ്വാസകോശ രോഗം. ശ്വാസനാളങ്ങളിൽ അലർജി ഉണ്ടാകുകയും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആസ്മ. ആസ്മയെ കൂടാതെ അമിതമായ വായുമലിനീകരണം മൂലമുണ്ടാകുന്ന മറ്റു പ്രധാന രോഗങ്ങളാണ് ബ്രോങ്കൈറ്റിസ്, COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ശ്വാസകോശാർബുദം തുടങ്ങിയവ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഏതാണ്? പാൻക്രിയാസ് അഥവാ ആഗ്നേയഗ്രന്ഥി. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരഭാഗം. ആഗ്നേയഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് ക്രമീകരിക്കുന്ന ഇൻസുലിൻ്റെ കുറവ്
പ്രമേഹത്തിനും അമിത ഉൽപാദനം ഹൈപ്പോഗ്ലൈസീമിയയ്ക്കും കാരണമാകുന്നു. പേവിഷബാധയ്ക്ക് റാബീസിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? വൈറസ്. പേവിഷബാധയ്ക്ക് കാരണമാകുന്നത് ലൈസ വൈറസ് എന്നറിയപ്പെടുന്ന ഒരു തരം വൈറസാണ്. ഇത് റാബ്ഡോവൈറിഡെ കുടുംബത്തിൽ പെട്ടതാണ്. വിളർച്ച അനീമിയ ഏത് ധാതുവിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? ഇരുമ്പ്. വിളർച്ച അഥവാ അനീമിയ ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. ശരീരത്തിൽ ആവശ്യത്തിന് ഇരുമ്പില്ലാത്തപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ ഉൽപ്പാദനം കുറയുകയും അത് വിളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ വിറ്റാമിൻ B12, ഫോളേറ്റ് അഥവാ വിറ്റാമിൻ B9 എന്നിവയുടെ കുറവും വിളർച്ചയ്ക്ക് കാരണമാകാറുണ്ട്. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില ഏകദേശം എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റും. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ ഏകദേശ താപനില. മനുഷ്യ ശരീരത്തിലെ ഹൈപ്പോതലാമസ് എന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഒരു തെർമോസ്റ്റാറ്റ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കുന്നത്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രധാന പദ്ധതി ആർദ്രം മിഷൻ. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രധാന പദ്ധതിയാണ് ആർദ്രം മിഷൻ. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായ ആർദ്രം മിഷൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി നവീകരിച്ച് സർക്കാർ ആശുപത്രികളിൽ ജനസൗഹൃദ സേവനം ഉറപ്പാക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും ദുർബല വിഭാഗങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനുമാണ് ഈ പദ്ധതി ഊന്നൽ നൽകുന്നത്. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടത് പ്രമേഹവും രക്തസമ്മർദ്ദവും. ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം ഉയരുന്ന ഹൈപ്പർ ടെൻഷൻ, ഹൃദയധമനികളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന ഹൃദ്രോഗങ്ങൾ, രക്തത്തിലെ കൊഴുപ്പ് കൂടുന്ന ഡിസ്ലിപിഡീമിയ എന്നിവ കേരളത്തിൽ കണ്ടുവരുന്ന പ്രധാന ജീവിതശൈലി രോഗങ്ങളാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രകൃതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ആചരിക്കുന്നത്. 1974 മുതലാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ച് തുടങ്ങിയത്. കൊറോണ വൈറസ് ബാധിക്കുന്ന ശരീരത്തിലെ പ്രധാന അവയവം ഏതാണ്? ശ്വാസകോശം. ശ്വാസകോശമാണ് കൊറോണ വൈറസ് ബാധിക്കുന്ന ശരീരത്തിലെ പ്രധാന അവയവം. കൊറോണ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ശ്വസനനാളിയിലൂടെ ശ്വാസകോശത്തിലെത്തുകയും അവിടെയുള്ള കോശങ്ങളെ ബാധിച്ച് വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ശ്വസന പ്രക്രിയയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പഴങ്ങളിൽ വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടം ഏതാണ്? നെല്ലിക്ക. നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന പഴങ്ങളിൽ വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടം നെല്ലിക്കയാണ്. 100 ഗ്രാം നെല്ലിക്കയിൽ ഏകദേശം 600 മുതൽ 700 മില്ലിഗ്രാം വരെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. പൊതുവെ നാരങ്ങ വർഗത്തിൽപ്പെട്ട പഴങ്ങളേക്കാൾ അഥവാ ഓറഞ്ച്, നാരങ്ങ എന്നിവയേക്കാൾ കൂടുതൽ വിറ്റാമിൻ സി നെല്ലിക്കയിലും പേരയ്ക്കയിലും അടങ്ങിയിട്ടുണ്ട്. മുതിർന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. മുതിർന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. ജനിക്കുമ്പോൾ 270 മുതൽ 300 അസ്ഥികളുള്ള കുഞ്ഞിന്റെ ശരീരം വളർച്ചയിൽ അവ യോജിച്ച് 200 കുറയുന്നു. അസ്ഥികൂടത്തെ അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധ അസ്ഥികൂടമെന്നും രണ്ടായി തിരിക്കാം. ശരീരത്തിലെ ഏറ്റവും നീളമുള്ള അസ്ഥി തുടയെല്ലായ ഫീമറും ഏറ്റവും ചെറിയത് ചെവിയിലെ സ്റ്റേപ്പിസുമാണ്. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗത്തിന് ഉദാഹരണം കോളറ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗത്തിന് ഉദാഹരണമാണ് കോളറ. ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്. റോബർട്ട് കോച്ച് ആണ് 1883 ഈ ബാക്ടീരിയയെ കണ്ടെത്തിയത്. രോഗം ബാധിക്കുന്ന അവയവം ചെറുകുടലാണ്. ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, ഡിസെൻറ്ററി എന്നിവയും ജലത്തിലൂടെ പകരുന്ന മറ്റ് ചില പ്രധാന രോഗങ്ങൾ ആണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.